നമ്മളെ സഹകരിക്കുക. അതേ പറയാം, ഇനി നമ്മൾ രണ്ടാമത് പറയാൻ പറ്റൂല. ഇനി രണ്ടാഴ്ചക്ക് മുമ്പ് ഒരു ദേശീയ പണിയോടൊക്കെ വന്നപ്പോൾ നിങ്ങളെല്ലാം അവർ പറയണതിന് മുമ്പേ അടച്ചില്ലേ? ഞങ്ങളൊക്കെ വെള്ളം പോലും കിട്ടാതെ ഈ റോട്ടിൽ കൂടെ നടന്നു വരിക തന്നെ. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം ഞങ്ങളൊരു ഹർത്താൽ വയ്ക്കുമ്പോൾ ആ ഒരു മനോഭാവം ഇങ്ങോട്ടും വേണം. അത് ഞാൻ പറഞ്ഞ വ്യാപാരികളെല്ലാം നമുക്ക് തുറക്കാനാണ് മെസ്സേജ് ഇട്ടിരിക്കുന്നത്, നമ്മൾ അടയ്ക്കാൻ പറഞ്ഞിട്ടില്ല. ഇതൊരു നിസ്സാര കാര്യമെന്നാ പുള്ളി നിസ്സാര കാര്യമെന്നാ പറയുന്നത്. ഒരു പയ്യൻ മരിച്ച കാര്യം വളരെ നിസ്സാര കാര്യമെന്നാ പുള്ളി പറയുന്നത് ഒരു നിസ്സാര കാര്യമെന്നാണ്. നമ്മളെ ഹർത്താൽ നടത്തിയത് നിസ്സാര കാര്യമെന്നാ പറയുന്നത്. അത് മര്യാദ കേട്ട പറയുന്നത്. ഈ പറഞ്ഞ ശരിയാണോ? ഒരു പയ്യൻ മരിച്ചത് നിസ്സാര ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. നിസ്സാര കാര്യം, ഒരു ജീവൻ അപ്പൊ അത്ര വിലയുള്ളൂ. നാളെ അയാളുടെ വീട്ടിൽ സംഭവിച്ചാൽ എന്ത് ചെയ്യും? നാളെ അയാളുടെ വീട്ടിൽ സംഭവിച്ചാൽ എന്ത് ചെയ്യും? അത് പറയും. നമസ്കാരം. നിതിൻ രാജിൻ്റെ നീതിക്കായി ദളിത് ആദിവാസി സംഘടനകൾ സംയുക്തമായി നടത്തുന്ന ഹർത്താൽ സംസ്ഥാനത്ത് പൂർണ്ണമാവുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തലസ്ഥാനത്തെ കിഴക്കേക്കോട്ടയിലാണ്. ഇവിടെ കിഴക്കേക്കോട്ടയിലുള്ള നിരവധി വ്യാപാര കച്ചവട സ്ഥാപനങ്ങൾ ഈ സംഘടന, ഈ ആക്ഷൻ കൗൺസിൽ ഉൾപ്പെട്ട സംഘടന നിലവിലിപ്പോൾ ഈ കടകളെല്ലാം തന്നെ അടപ്പിക്കുകയാണ്. അതേസമയം തന്നെ വാഹനങ്ങളെല്ലാം തന്നെ ഓടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും കടകമ്പോളങ്ങൾ പൂർണ്ണമായും നിലവിലിപ്പോൾ അടപ്പിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. നമ്മളെ സഹകരിക്കുക. അതേ പറയാം, ഇനി നമ്മൾ രണ്ടാമത് പറയാൻ പറ്റൂല. ഇനി നമ്മളൊന്ന് സഹകരിക്കുക, നിങ്ങളെല്ലാം കൂടെ സഹകരിക്കുക. രണ്ടാഴ്ചക്ക് മുമ്പ് ഒരു ദേശീയ പണിയോടൊക്കെ വന്നപ്പോൾ നിങ്ങളെല്ലാം അവർ പറയണതിന് മുമ്പേ അടച്ചില്ലേ? ഞങ്ങളൊക്കെ വെള്ളം പോലും കിട്ടാതെ ഈ റോട്ടിൽ കൂടെ നടന്നു വരിക തന്നെ. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം ഞങ്ങളൊരു ഹർത്താൽ വയ്ക്കുമ്പോൾ ആ ഒരു മനോഭാവം ഇങ്ങോട്ടും വേണം. ഇന്നലെ അല്ല, ഞങ്ങൾ രണ്ടാഴ്ചക്ക് മുമ്പേ ആഹ്വാനം ചെയ്തു. പത്രത്തിലും വാർത്തകളിലും ഇന്നലെ നിങ്ങൾ അറിഞ്ഞ ഇന്നലെ ഇന്ന് അടയ്ക്കണം. നമ്മളടുത്ത് തുറക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് മെസ്സേജ് വന്നത്. വ്യാപാരി വ്യവസായം പക്ഷെ നാളെ ഞങ്ങളുടെ സമിതി എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഞങ്ങൾക്ക് ഈ ഇടിക്കുന്ന കടക്കാരോട് ബാധ്യത ഉണ്ട്. സുപ്രഭാതമല്ല. പാർട്ടിക്കാരുണ്ടാക്കി തരുന്നുണ്ടോ? ഹർത്താൽ നടത്തി സംസാരിക്കും നിങ്ങൾ. ആദ്യം ഞാൻ എന്താ പറഞ്ഞത്, നിങ്ങളുടെ സമ്മതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടണം. ഞങ്ങളോട് സഹകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഞങ്ങൾ സഹകരിക്കത്തില്ല. അത് ഞങ്ങളുടെ തീരുമാനമാണ്. അപ്പൊ ഞങ്ങൾ സഹകരിക്കാനേ പറയുള്ളൂ, പ്രശ്നമല്ല. ഞങ്ങൾ സഹകരിക്കാനേ പറയുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് ഇവിടെ പല ട്രേഡും ആവശ്യമില്ലാത്ത അതായത് മാത്രമല്ല, അതാണ് അല്ല ഞങ്ങൾ കൊടുക്കുന്നു പറഞ്ഞ മെസ്സേജ്. ഇവിടെ പറയുന്നത് കടക്കാരോട് തുറക്കണം എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു എന്നാണ്. ചേട്ടാ, ഈ കട തുറക്കണം എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു എന്നല്ലേ പറഞ്ഞത്?
അത് വ്യാപാരികളെല്ലാം നമുക്ക് തുറക്കാനാണ് മെസ്സേജ് ഇട്ടിരിക്കുന്നത്, നമ്മൾ അടയ്ക്കാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഹർത്താൽ അനുകൂലികൾ കടകൾ പൂർണ്ണമായും അടയ്ക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കിഴക്കേ കോട്ടയിലാണ്. KPMS ഉൾപ്പെടെയുള്ള സംഘടനകളാണ് നിലവിലിപ്പോൾ കടകൾ അടയ്ക്കുവാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ കിഴക്കേക്കോട്ടയെ സംബന്ധിച്ച് നിരവധി കടകളുള്ള സ്ഥലമാണ്. ഇവിടെ ഇന്ന് രാവിലെ പൂർണ്ണമായും കടകളെല്ലാം തന്നെ തുറന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിലിപ്പോൾ സമരാനുകൂലികൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലിപ്പോൾ കടകൾ പൂർണ്ണമായും അടയ്ക്കുകയാണ്. ചെറിയ തരത്തിലുള്ള വാക്കുതർക്കം ഉണ്ടായി എങ്കിലും സമരാനുകൂലികൾ നിലവിലിപ്പോൾ കടകൾ അടപ്പിച്ചിരിക്കുകയാണ്. വളരെ മാന്യമായ രീതിയിൽ കടയുടമകളോട് പറഞ്ഞു കട അടയ്ക്കണം, സഹകരിക്കണം എന്നുള്ള കാര്യം പറയുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഒരു കടയുടമ പറഞ്ഞു, ഇന്നലെ വൈകുന്നേരം വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു നിങ്ങളെല്ലാവരും കട തുറക്കണമെന്ന്. അത് ആരാണ് എന്നുള്ള കാര്യം ഒന്നും തന്നെ നിലവിലിപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും നിലവിലിപ്പോൾ ഈ സ്ഥലത്ത് പോലീസ് എത്തിയിരിക്കുകയാണ്. വാക്ക് തർക്കത്തിലേക്ക് നീങ്ങുകയാണ്. സമരാനുകൂലികളും കടയുടമകളും എല്ലാവരും തന്നെ വാക്ക് തർക്കത്തിലേക്ക് നീങ്ങുകയാണ്. പല കടകളും നിലവിലിപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇതൊരു നിസ്സാര കാര്യമെന്നാ പുള്ളി പറയുന്നത്. പുള്ളി നിസ്സാര കാര്യമെന്നാ പറയുന്നത്. ഒരു പയ്യൻ മരിച്ച കാര്യം വളരെ നിസ്സാര കാര്യമെന്നാ പുള്ളി പറയുന്നത്. പുള്ളി പറയുന്ന ഒരു നിസ്സാര കാര്യമെന്നാണ്. നമ്മളെ ഹർത്താൽ നടത്തിയത് നിസ്സാര കാര്യമെന്നാ പറയുന്നത്. അത് മര്യാദ കേട്ട് പറയുന്നത്. ഞങ്ങൾക്കൊരു ഇതുണ്ടാവുമ്പോ നിങ്ങൾക്കുണ്ടാവും, ഞങ്ങൾ സഹകരിക്കത്തില്ല. അത്രേ ഉള്ളൂ. സമരം നടത്തുന്നു. സഹകരിക്കാന്ന് തന്നെയാണ് എല്ലാരും പറയണം. പക്ഷെ ഇത് പറഞ്ഞത് ശരിയാണോ? ഈ പറഞ്ഞത് ശരിയാണോ? ഒരു പയ്യൻ മരിച്ചത് നിസ്സാരം ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. നിസ്സാര കാര്യം, ഒരു ജീവൻ അപ്പൊ അത്ര വിലയുള്ളൂ. നാളെ അയാളുടെ വീട്ടിൽ സംഭവിച്ച എന്ത് ചെയ്യും? നാളെ അയാളുടെ വീട്ടിൽ സംഭവിച്ച എന്ത് ചെയ്യും? അത് പറയും. നാളെ അയാളുടെ വീട്ടിൽ ഇത് സംഭവിച്ച എന്ത് ചെയ്യും? നിങ്ങളുടെ വീട്ടിൽ ഇത് സംഭവിച്ച എന്ത് ചെയ്യും? അത് പറയൂ. നിങ്ങളുടെ വീട്ടിലില്ലേ മക്കള്? നിങ്ങളുടെ വീട്ടിൽ പഠിക്കുന്ന മക്കളില്ലേ? അയാൾക്ക് നിസ്സാരമാണെന്ന്. ഞങ്ങൾക്ക് നിസ്സാരമല്ല. ഞങ്ങളെ കൂട്ടത്തിൽ ഒന്നിനെ തൊട്ട് ഞങ്ങൾക്ക് നിസ്സാരമല്ല. പറയുന്നത് സഹകരിക്കാൻ തയ്യാറാണ്. സംഘടനകൾ ഏറ്റെടുത്ത് സംഘടന തുറക്കാൻ പറഞ്ഞു. അതുകൊണ്ട് കടക്കാർ തുറന്നു. കടക്കാരെ തെറ്റല്ല, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. കടക്കാരെ തെറ്റല്ല, കടക്കാർ തെറ്റാണ്. സംഘടനകളെല്ലാം പറഞ്ഞ് തുറക്കാൻ പറഞ്ഞു, നമ്മൾ തുറന്നു. അത്രേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമല്ല. അതുകൊണ്ട് അവർ തുറന്നു. അതിപ്പോൾ നമുക്ക് താല്പര്യമുള്ള കാര്യം, നല്ല കാര്യം, ഇത് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഈ നാടിന് ആവശ്യമുള്ള കാര്യങ്ങൾ, നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നത്. ഓക്കെ, അത് കുഴപ്പമില്ല. നമ്മളിപ്പോൾ അടയ്ക്കാൻ പറഞ്ഞ് അടച്ചു തീരുമാനിച്ചു. അത്രേ ഉള്ളൂ. സംഭവം നിലവിലിപ്പോൾ കിഴക്കേ കോട്ടയിലെ കടകമ്പോളങ്ങളെല്ലാം തന്നെ സമരാനുകൂലികൾ അടയ്ക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ചില കടക്കാർ പറയുന്നു ഇത്രയും നിസ്സാരമായ സംഭവത്തിനാണോ ഹർത്താൽ നടത്തുന്നത് എന്നുള്ള കാര്യം പറയുകയായിരുന്നു. ഇതിന് പിന്നാലെ സമരാനുകൂലികൾ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. നിലവിൽ പ്രശ്നം ഉണ്ടാവുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്ത് എത്തിയത്. എന്തായാലും ഏറ്റവും അവസാനം നിലവിലിപ്പോൾ കടകമ്പോളങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.